ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് വിഷുവിൻ്റെ തലേദിവസമുള്ള വീഡിയോ ആണ്. ഞാനുണ്ടല്ലോ വെജിറ്റബിൾസ് ഒക്കെ രാത്രി തന്നെ കട്ട് ചെയ്ത് വെച്ചു. കാരണം രാവിലെ എണീറ്റിട്ട് സദ്യ തന്നെ ഉണ്ടാക്കാൻ ഡൗട്ടാണ്. കാരണം കുഞ്ഞാപ്പിള്ള കാരണം അവൾ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ കട്ട് ചെയ്യാൻ കൂടി ഇരുന്ന് കഴിഞ്ഞാൽ അതിനുള്ള ടൈം ഭയങ്കരമായിട്ട് പോകും. രാത്രി തന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. ലൈക്ക് കേടാവാത്ത വെജിറ്റബിൾസ്. ഈ ഉരുളക്കിഴങ്ങൊക്കെ രാവിലെ എണീറ്റിട്ടാണ് കട്ട് ചെയ്തത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ ആ ഇലയുടെ ഭാഗം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ഊരിപ്പോരുണ്ടോ. പിന്നെ കട്ട് ചെയ്യാൻ സുഖമായിരിക്കും. കട്ട് ചെയ്യാൻ സുഖം മീൻസ് ആ ഒരു ഭാഗം സുഖമായിരിക്കും, ബാക്കി തൊലിയൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. അയ്യോ, ഇതിനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുത്തത് ഞാൻ പൈനാപ്പിൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉണ്ടല്ലോ, പൈനാപ്പിൾ പച്ചടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്യാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോൾ ഞാൻ അതും കട്ട് ചെയ്തു, ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചു. ഇനി ഞാൻ കുളിച്ച് വൃത്തിയായി നമുക്ക് കണി ഒരുക്കാം. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് ഞാൻ വിഷു കണി ഒറ്റയ്ക്ക് ചെയ്യുന്നത്. സത്യം പറയാലോ, പണ്ടത്തെ വിഷു ആയിരുന്നു വിഷു. അമ്മ കണി ഒരുക്കുക, അമ്മ സദ്യ ഉണ്ടാക്കുക, അമ്മ ഉണ്ടാക്കിയ സദ്യ നമ്മൾ കഴിക്കുക, സുഖമായിട്ട് കിടക്കുക. ഇതിപ്പോൾ നമ്മൾ തന്നെ കണി ഒരുക്കുക, നമ്മൾ തന്നെ സദ്യ ഉണ്ടാക്കുക, നമ്മൾ തന്നെ കഴിക്കുക, നമ്മൾ തന്നെ കിടക്കുക. ഓ, അതൊക്കെ ഒരു സ്വർഗം തന്നെയായിരുന്നു. ഇപ്പം ഫ്ലാഷ് ബാക്ക് ആയിരിക്കുമ്പോഴുണ്ടല്ലോ സങ്കടമാവാം. അങ്ങനെ ഫ്ലാഷ് ബാക്കിലേക്ക് പോയി വന്നപ്പോഴേക്കും നമ്മുടെ കണി സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ കിട്ടുന്ന ഐറ്റംസ് വെച്ചിട്ട് ഒരു ചെറിയ കണിയാണ് ഞാൻ സെറ്റാക്കിയേക്കണത്. പിന്നെ എൻ്റെ ഒരു മിനിമം അറിവ് വെച്ചിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് കണിയുടെ. പിന്നെ 5 മണിക്ക് എണീറ്റിട്ട് നമ്മൾ കണി കണ്ടു. ആദ്യം ഞാൻ പോയിട്ട് വിളക്കത്തിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏട്ടനെ വിളിച്ച് കൊണ്ടുവന്ന് കണി കാണിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. പിന്നെ നമ്മളിതാ എണീറ്റ് നമ്മുടെ പണികൾ തുടങ്ങി. എന്ത് പണി? സദ്യയുടെ പണികൾ തുടങ്ങി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല കേട്ടോ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി വരുന്നതായിട്ട് മുന്നേ ഇത്രയും പെട്ടെന്ന് കറികളും ചോറും പായസവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന്. ബട്ട് ഐ ഡിഡ് ഇറ്റ് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കറികൾ വെക്കണം കേട്ടോ. ഹായ് ഗൈസ്, എല്ലാവർക്കും ഹാപ്പി വിഷു. രാവിലെ എണീറ്റ് തുടങ്ങിയ പണിയാണേ. രാവിലെ എണീറ്റ് കണി കണ്ട് കുറച്ച് നേരം കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയപ്പോൾ തൊട്ട് തുടങ്ങിയ പണിയാണേ. നമ്മൾ ഇപ്പം എത്ര മണിയായി? ഇപ്പോൾ 11:30 ആയി. അപ്പോൾ നമ്മൾ ചോറ് ഉണ്ടാക്കി കഴിഞ്ഞു, കാബേജ് തോരൻ ഉണ്ടാക്കി, അവിയൽ ഉണ്ടാക്കി, സാമ്പാർ ഉണ്ടാക്കി, പായസം വരെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ പൊട്ടാറ്റോ മെഴുക്ക് വരട്ടി. ഇനി കുറച്ച് പണിയുള്ളൂ കേട്ടോ. അയ്യോ, വയ്യാണ്ടായി. ഇവിടെയാണെങ്കിൽ നല്ല ചൂടാട്ടോ. ലൈക്ക് ജയ്സൽമീറിൽ നല്ല ചൂടാ. അടുക്കളയിലും കൂടി കയറിയപ്പോൾ എൻ്റെ കോലം നോക്ക്, വയ്യാണ്ടായി. അങ്ങനെ ഗൈസ്, അപ്പോൾ ഞാൻ വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല പണി ചെയ്യണേ. അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവസാനം ഡിഷൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഒരു 8-8:30 തുടങ്ങിയ പരിപാടിയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞിട്ട് 12 മണിക്കാണ് നമ്മുടെ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ്. പിന്നെ ഫുള്ള് ക്ലീനിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞു, ക്ലീനിങ്ങും കഴിഞ്ഞു. ഇനി എനിക്ക് കുളിക്കണം, കുഞ്ഞാപ്പേനെ കുളിക്കണം, കുളിപ്പിക്കണം. ഇനി ഏട്ടൻ വന്നിട്ട് ഞം കഴിക്കണം, സദ്യ കഴിക്കണം. സാമ്പാർ, ഇത് പൊട്ടാറ്റോ മെഴുക്ക് വരട്ടി, ഇത് പൈനാപ്പിൾ, ഇതെന്താ ഇത് അവിയൽ, ഇത് ക്യാബേജ് തൊടരുന്നിട്ട് ചൂടാണ് കേട്ടാ. ഇതാ പായസം. ഹായ് ഗൈസ്, അങ്ങനെ കുളിച്ച് എല്ലാം സെറ്റായിട്ടോ. ഇനി ഏട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഇല കിട്ടിയിട്ടില്ല. ഇവിടെ നമ്മൾ കുറേ ഇല നോക്കി, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പ്ലേറ്റിലാണ് കഴിക്കണേ. കുഞ്ഞുപ്പി നല്ല ഉറക്കാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് കുറുമ്പൊക്കെ അവളെ കാണിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും കുറേ മണിക്കൂർ അവളെ എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരുന്നു. ഇടയ്ക്ക് വന്നിട്ട് അമ്മ പാല് തരുമോ ചോദിക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് നിർത്തി പോകാൻ പറ്റില്ലല്ലോ. ഇപ്പം തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തായിരുന്നു. അവൾ കുറേ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് അതെ പാല് കൊടുത്ത് ഉറക്കേക്കാണ്. അങ്ങേറ്റം വരണം ഫുഡ് കഴിക്കാൻ. നിങ്ങളുടെ വിഷുവാഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഫുഡ് കഴിച്ചോ? എന്താണ് പരിപാടി?
പറ. അങ്ങനെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്, അതായത് വിഷു സദ്യ കഴിക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും എന്തൊക്കെ ഡിഷസ് ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടണം. പിന്നെ എന്താ, ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, സംഭവം കൊള്ളായിരുന്നു. പായസം കുറച്ച് കട്ടിയായി പോട്ടോ, അത് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു എന്നാണ് എൻ്റെ കെട്ടിയവനും പറഞ്ഞ് എനിക്കും പേഴ്സണലി തോന്നി. അങ്ങനെ വിഷു സദ്യയും കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, സദ്യ കഴിച്ച് പായസം കുടിച്ച് അങ്ങനെ എനിക്ക് പിന്നെ പാചകം ചെയ്തൊക്കെ ക്ഷീണമുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഇവിടുത്തെ വിഷു പരിപാടി 19-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം കേട്ടോ.